السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, ഒരു വലിയ ഹോട്ടലിലെ വിചിത്രമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കുകയാണ്. ആ ഹോട്ടലിൽ പാചകം ചെയ്യാൻ നിരവധി മിടുക്കരായ പല പാചകക്കാരുണ്ട്. അതിഥികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക എന്നതാണല്ലോ ഒരു പാചകക്കാരന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ തീർത്തും വിചിത്രമാണ്. സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള വിഭവങ്ങൾ ഉള്ള റൂമിന്റെ ചാവി ഇരിക്കുന്നത് മുതലാളിയുടെ കയ്യിലാണ്. ഒരു പാചകക്കാരൻ മുതലാളിയോട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അരി ചോദിക്കുമ്പോൾ മുതലാളി പറയുന്നു, അരി തരാം, പക്ഷേ അതുകൊണ്ട് കഞ്ഞി മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. സുഹൃത്തുക്കളെ, ഇത് വെറും ഒരു കഥയല്ല, മറിച്ച് അധികാരം മുഴുവൻ കേന്ദ്രത്തിനും ഉത്തരവാദിത്വം മുഴുവൻ സംസ്ഥാനങ്ങൾക്കുമായി മാറുന്ന ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ നേർചിത്രമാണിത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ നോക്കാതെ, ആവശ്യങ്ങൾ നോക്കാതെ പണം ചിലവഴിക്കുന്ന രീതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 പ്രകാരം ഭാരതം അഥവാ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണെന്നാണ്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വ്യക്തമായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണിത്. എന്നാൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്തത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അവരവരുടെ മേഖലകളിൽ പരമാധികാരമുള്ള സംവിധാനത്തെയാണ്. ഈ അധികാരം കേന്ദ്രത്തിലേക്ക് മാത്രം ഇപ്പോൾ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഇത് നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്ക് വലിയ തോതിലുള്ള വെല്ലുവിളിയാകുന്നു. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് സാമ്പത്തിക സ്വയംഭരണമാണ്. സ്വന്തമായി വരുമാനം കണ്ടെത്താനും മുൻഗണനകൾക്കനുസരിച്ച് വരുമാനം ചിലവഴിക്കാനുമുള്ള അവകാശത്തെയാണ് സാമ്പത്തിക സ്വയംഭരണം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം നികുതി അധികാരങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വരുമാനത്തിന്റെ വലിയൊരു ശതമാനം കേന്ദ്രത്തിന് ലഭിക്കുമ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, ക്രമസമാധാനം പോലുള്ള പ്രധാനപ്പെട്ട പൊതു വികസനങ്ങളുടെ ഉത്തരവാദിത്തമുള്ളത് സംസ്ഥാനത്തിനാണ്. ഈ അസമത്വത്തെയാണ് നാം വെർട്ടിക്കൽ ഇംബാലൻസ് എന്ന് വിളിക്കുന്നത്. ഈ അസമത്വം പരിഹരിക്കാനാണ് കേന്ദ്ര ഭരണഘടനയുടെ ആർട്ടിക്കിൾ 250 പ്രകാരം ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 41% സംസ്ഥാന സർക്കാരിന് നൽകണമെന്നാണ് നിലവിലെ വ്യവസ്ഥ. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വസ്തുതാപരമായ ഒരു കണക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗ്രാന്റ് 13ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തത് 86,161 കോടി രൂപയിൽ നിന്നും 14ാം ധനകാര്യ കമ്മീഷൻ 2,87,436 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് ഏകദേശം 234% വർധനവാണ്. ഇത് സ്വാഗതാർഹമാണെങ്കിലും കേന്ദ്രം പിരിക്കുന്ന സെസ്സുകളും സർചാർജുകളും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതില്ല എന്ന ഒരു വ്യവസ്ഥയിലേക്ക് എത്തുകയും ഇത് സംസ്ഥാനങ്ങളുടെ വിഹിതം വലിയ തോതിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചരക്ക് സേവന നികുതി അഥവാ GST ആണ്. GST നിലവിൽ വന്നതോടുകൂടി സംസ്ഥാനങ്ങളുടെ വരുമാനം വലിയ തോതിൽ കവർന്നെടുക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പ് നികുതി നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് GST കൗൺസിലിനാണ്. വരുമാനങ്ങൾക്ക് കൃത്യമായ കണക്കുകളില്ലാതെയാണ് ഇപ്പോൾ GST വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം യൂണിറ്റുകളുടെ അസമമായ പ്രാതിനിധ്യമാണ്. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ സീറ്റുള്ളപ്പോൾ സിക്കിമിൽ 1 മാത്രമേ ഉള്ളൂ. ഇത് വിഭവ വിനിയോഗത്തിൽ വലിയ തോതിലുള്ള അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നു. കൂടാതെ 2017 ഇന്ത്യ യൂണിയനും കർണാടക സംസ്ഥാനവും തമ്മിലുള്ള ഒരു കേസിൽ സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഫെഡറൽ ബന്ധങ്ങളിൽ അർത്ഥവത്തായ കൂടിയാലോചനകൾ അനിവാര്യമാണെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിലൂടെ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ കൈകാലുകൾ കെട്ടിയെക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. സുഹൃത്തുക്കളെ, ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്തത് കേന്ദ്രവും സംസ്ഥാനവും അവരവരുടെ മേഖലകളിൽ പരമാധികാരമുള്ള ഒരു സംവിധാനത്തെയാണ്.
അടുക്കള ഭരിക്കാനുള്ള അധികാരം പാചകക്കാരന് നൽകുമ്പോൾ മാത്രമേ ആ ഹോട്ടൽ നന്നാവുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കഥ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക കരുത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് നാം മനസ്സിലാക്കണം. ഫെഡറലിസം കേവലം ഒരു ഭരണഘടനാ തത്വമല്ല, മറിച്ച് ഇന്ത്യയുടെ ജീവവായു കണക്കാക്കുന്ന ഒരു അഖണ്ഡതയെ ഉറപ്പാക്കുന്ന ഒരു ജീവവസ്തുവാണ്. ഫെഡറൽ ബന്ധങ്ങളിൽ കൂടുതൽ അർത്ഥവത്തായ തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇന്ത്യൻ ഫെഡറലിസം നേർരേഖയിൽ പോവുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.